എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും കേരള PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 2024 ജനുവരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫെബ്രുവരിയിൽ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ തരുകയുണ്ടായി അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 ഫെബ്രുവരിയിലെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞിരിക്കേണ്ട PSCക്ക് വേണ്ട എല്ലാ കറണ്ട് അഫെയറും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ജനുവരി എന്ത് ചെയ്തു, കേരളവും ഇന്ത്യയും നമ്മുടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി 2024 ഫെബ്രുവരിയിൽ കേരളം കംപ്ലീറ്റ് ആയി, ഇന്ത്യയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്ന് ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഇന്ത്യയെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒറ്റ ക്ലാസ് കൂടി പഠിച്ചു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ക്ലാസ്സിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. കറണ്ട് അഫെയറിൽ 20 മാർക്ക് എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും ഉന്നതിയിലേക്ക് പോകാനുള്ള ഒരു മാർഗമാണ് കറണ്ട് അഫെയർസിന്റെ 20 മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുക. മനസ്സിലാക്കുക. യുവിൻ പോർട്ടൽ പറയുന്നത് നമ്മുടെ രാജ്യത്ത് വാക്സിൻ കുത്തിവെപ്പുണ്ട് അല്ലേ, അത് ഏകോപിപ്പിക്കുന്നതിനും വിവരങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് യുവിൻ പോർട്ടൽ എന്ന് പറയുന്നത്. യുവിൻ പോർട്ടൽ കേട്ടോ, വാക്സിൻ കുത്തിവെപ്പ് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യുവിൻ പോർട്ടൽ. നിർമ്മല സീതാരാമൻ 6ാമത്തെ ബജറ്റാണ് കേട്ടോ അവതരിപ്പിക്കുന്നത്. 6ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് പാർലമെന്റ് ചരിത്രത്തിൽ ആര് ഇടം നേടി? നിർമ്മല സീതാരാമൻ. തമിഴക വെട്രി കഴകം നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടി, നടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴക വെട്രി കഴകം. അതായത് സിനിമയോട് വിട പറഞ്ഞിട്ട് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. ഇനി NTPC താൽച്ചർ തെർമൽ പവർ പ്രൊജക്ട്, NLC തൽബിറ തെർമൽ പവർ പ്രൊജക്റ്റും നിലവിൽ വരാൻ പോകുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. ഒഡീഷ. NTPC താൽച്ചറും തലബിറ കേട്ടോ, താൽച്ചർ തലബിറ തെർമൽ പവർ പ്രൊജക്ട് വരുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. ഇനി നമ്മൾ പാരീസിൽ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഈഫൽ ടവർ ഉണ്ട് അല്ലേ, അവിടെ നമ്മുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമാണ് അല്ലേ, നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമാണ് UPI എന്ന് പറയുന്നത്. അത് ഇനി എവിടെയും ലഭിക്കും? പാരീസിലെ ചരിത്ര പ്രസിദ്ധമായ ഈഫൽ ടവറിലും ലഭിക്കും. ഉപപ്രധാനമന്ത്രി LK അദ്വാനിക്ക് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചു. ഭാരതരത്ന പുരസ്കാരം ആർക്ക് ലഭിച്ചു? ഉപപ്രധാനമന്ത്രി LK അദ്വാനിക്ക്. ഭാരതരത്നം ലഭിക്കുന്ന 50ാമത്തെ വ്യക്തിയാണ് ആര്? LK അദ്വാനി. ഇനി തമിഴ്നാട്ടില് 2024 ഫെബ്രുവരിയിൽ പഞ്ഞിമിഠായി ഉണ്ടല്ലോ, പഞ്ഞിമിഠായിക്ക് എന്ത് ചെയ്തു? നിരോധനം ഏർപ്പെടുത്തി. പഞ്ഞിമിഠായിക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് തമിഴ്നാട്. ഭഗവന്ത് മാൻ പഞ്ചാബ് മുഖ്യമന്ത്രിയാണ് ആര്? ഭഗവന്ത് മാൻ. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ളത്, നമ്മൾ റംസാർ സൈറ്റിന്റെ ക്ലാസ് ഇട്ടുണ്ടായിരുന്നു അല്ലേ, വ്യക്തമായിട്ട് ആ റംസാർ സൈറ്റിൽ പുതിയ കറണ്ട് അഫെയറിൽ റംസാർ സൈറ്റുകൾ ഏതൊക്കെയാന്നുള്ളത് ക്ലാസ് അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പഠിക്കണം കേട്ടോ, ആ ഭാഗം പോയിട്ട് പഠിക്കണം. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ളത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. എത്ര എണ്ണമാണ്? 16. ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിട്ട് ആരാണ്? നിതീഷ് കുമാർ അല്ലെ, ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിട്ട് നിതീഷ് കുമാർ. അപ്പൊ ഇവിടെ ഈ 11 ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ട്. യുവിൻ പോർട്ടൽ വാക്സിനുകളെ ഏകോപിപ്പിക്കാൻ, അതായത് ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏക പോർട്ടലാണ് യുവിൻ പോർട്ടൽ. 6ാമത് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് ലോക റെക്കോർഡ് ചരിത്രത്തിൽ തന്നെ ഇടം നേടിയത് ആരാണ്? നിർമ്മല സീതാരാമനാണ്. തമിഴക വെട്രി കഴകം പാർട്ടി, ഒരു പുതിയ പാർട്ടി നടൻ വിജയ് രൂപീകരിച്ചു. താൽച്ചർ തെർമൽ പവർ പ്രൊജക്റ്റും തലബിറ തെർമൽ പവർ പ്രൊജക്റ്റും എവിടെയാണ്? ഒഡീഷയിലാണ്. UPI ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായിട്ടുള്ള UPI ഇനി ചരിത്ര പ്രസിദ്ധമായ ഈഫൽ ടവറിലും. ഉപപ്രധാനമന്ത്രി LK അദ്വാനിക്ക് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചു. 50ാമത്തെ ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന 50ാമത്തെ വ്യക്തിയാണ് LK അദ്വാനി. തമിഴ്നാട്ടിലെ പഞ്ഞിമിഠായി നിരോധിച്ചു. പഞ്ചാബ് മ്യൂസിയമായിട്ട് ഭഗവന്ത് മാൻ. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്, 16 റംസാർ സൈറ്റുകളാണ്. ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിട്ട് നിതീഷ് കുമാർ. വിശ്വാസ് മെഹ്തയുടെ ആത്മകഥ അതിജീവനം. വിശ്വാസ് മെഹ്തയുടെ ആത്മകഥയാണ് ഇത് അതിജീവനം എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡില് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് ബില്ല് പാസ്സാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 2024 ഗേലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന് വേദിയാകുന്നത് ലഡാക്ക്, ഗുൽമാർഗ് എന്നിവിടങ്ങളിലാണ് 2024 ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന് വേദിയാകുന്നത്. ഇനി മത്സര പരീക്ഷകളിൽ കൃത്രിമം കാണിച്ചു കഴിഞ്ഞാൽ 10 വർഷം വരെ തടവും 1 കോടി രൂപ പിഴയുമാണ്. മത്സര പരീക്ഷകളിൽ കൃത്രിമം കാണിച്ചു കഴിഞ്ഞാൽ. 66ാമത് ഗ്രാമി പുരസ്കാരം
66ാമത് ഗ്രാമി പുരസ്കാരം. അത് പ്രകാരം 5 ഇന്ത്യൻ പ്രതിഭകൾക്കാണ് ഗ്രാമി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഗ്രാമി പുരസ്കാരം എത്രാമത്തെയാണ്? 66ാമത്തേതാണ്. 5 ഇന്ത്യൻ പ്രതിഭകൾക്കാണ് ഗ്രാമി പുരസ്കാരം ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ഒന്ന് സക്കീർ ഹുസൈൻ. ആരാണ്? സക്കീർ ഹുസൈൻ. നോട്ട് ചെയ്യണം കേട്ടോ, ചോദ്യം വരാറുണ്ട്. ഒന്നാമത് സക്കീർ ഹുസൈൻ, രണ്ടാമത് ശങ്കർ മഹാദേവൻ, മൂന്ന് ഗണേഷ് രാജഗോപാലൻ, സെൽവ ഗണേഷ് വിനായക്രം, 4 സെൽവ ഗണേഷ് വിനായക്രം, രാകേഷ് ചൗരസ്യ. ഈ 5 പേർക്കാണ്, 5 ഇന്ത്യൻ പ്രതിഭകൾക്കാണ് 66ാമത് ഗ്രാമി പുരസ്കാരം. സക്കീർ ഹുസൈൻ, ശങ്കർ മഹാദേവൻ, ഗണേഷ് രാജഗോപാൽ, സെൽവ ഗണേഷ് വിനായകം, രാകേഷ് ചൗരസ്യ. ഇനി ശക്തി ബാൻഡ് ഉണ്ട്. ശക്തി ബാൻഡിന്റെ ദിസ് മൊമെന്റ് ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബം. എന്താണ്? ശക്തി ബാൻഡിന്റെ ദിസ് മൊമെന്റ് ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബം, അതായത് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി ശങ്കർ മഹാദേവനും സക്കീർ ഹുസൈനും ഉൾപ്പെട്ട ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടെ ദിസ് മൊമെന്റിനാണ്. ആരൊക്കെയാണ്? ശങ്കർ മഹാദേവന്റെയും സക്കീർ ഹുസൈന്റെയും ഉൾപ്പെട്ട ഫ്യൂഷൻ ബാൻഡാണ് ഏത്? ശക്തി ബാൻഡ്. ആ ശക്തി ബാൻഡിന്റെ ദിസ് മൊമെന്റിനാണ് ഏത് പുരസ്കാരം കിട്ടിയത്? ഗ്രാമി പുരസ്കാരം ട്ടോ. ഇനി ഭാരത് റൈസ് നമ്മളെല്ലാവരും നല്ല ചർച്ചാ വിഷയമായതാണ് അല്ലെ. കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനം അനുസരിച്ച് 29 രൂപയ്ക്ക് അരി ലഭ്യമാക്കിയില്ലേ? കേന്ദ്ര ബജറ്റ് പ്രകാരം 29 രൂപയ്ക്ക് ലഭ്യമാക്കുന്ന അരിയാണ് ഭാരത് റൈസ് അല്ലെങ്കിൽ ഭാരത് അരി എന്ന് പറയുന്നത്. ഇനി നമ്മൾ തെലങ്കാന സംസ്ഥാനമുണ്ട് അല്ലെ. നമ്മളിപ്പോ കേരളം എന്നൊക്കെ എഴുതുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ KL പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട് അല്ലെ. അതുപോലെ തെലങ്കാന സംസ്ഥാനത്തിന് അവർ ഷോർട്ട് ആക്കിയിട്ട് എഴുതിയത് ഇതുവരെ TS എന്നാണ്. ഇപ്പൊ അവരെന്താക്കിയതിനെ TG എന്ന് പേര് മാറ്റി. അതുപോലെ ജയ 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 ഹോ തെലങ്കാന, തെലങ്കാനക്കാരുടെ മാതൃദേവതയാണ് ഏത്? താലി. തെലങ്കാനക്കാരുടെ മാതൃദേവതയായ താലിയെ പ്രകീർത്തിക്കുന്ന ഗാനമാണ് ഇത്. ജയ ജയ ഹോ തെലങ്കാന, താലി ട്ടോ. ജയ ജയ ഹോ തെലങ്കാന എന്ന ഗാനം സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഗാനമാക്കാനായിട്ട് തീരുമാനിച്ചു. തെലങ്കാന സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഗാനം ഏതെന്ന് ചോദിച്ചാൽ ജയ 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 ഹോ തെലങ്കാന. അതുപോലെ ഷോർട്ട് ഫോം ആക്കിയിട്ട് TSനെ മാറ്റിയിട്ട് TG എന്നും ആക്കി. അപ്പൊ ഇവിടെ എന്തൊക്കെ പഠിച്ചു? ഒപ്പം പറഞ്ഞു വന്നേ. വിശ്വാസ് മെഹ്തയുടെ ആത്മകഥയാണ് അതിജീവനം. ഏക സിവിൽ കോഡ് ബില്ല് പാസ്സാക്കിയത് ഉത്തരാഖണ്ഡ്. 2024 വിന്റർ ഗെയിംസിന് വേദിയാണ് ലഡാക്ക് ഗുൽമാർഗ് ആണ്. അതുപോലെ മത്സര പരീക്ഷകളിൽ കൃത്രിമം കാണിച്ചാൽ ഇനി 10 വർഷം വരെ തടവും 1 കോടി രൂപ പിഴയുമാണ്. 66ാമത് ഗ്രാമി പുരസ്കാരം 5 ഇന്ത്യൻ പ്രതിഭകൾക്കാണ് ഗ്രാമി പുരസ്കാരം ലഭിച്ചത്. സക്കീർ ഹുസൈൻ, ശങ്കർ മഹാദേവൻ, ഗണേഷ് രാജഗോപാൽ, സെൽവ ഗണേഷ്, രാകേഷ് ചൗരസ്യ. അതായത് ഇവർക്കൊക്കെ ഈ അവാർഡുകൾ ഏർപ്പെടുത്താൻ കാരണം ഏത് വഴിയാണ് ഇവർക്കൊക്കെ ഈ അവാർഡ് കിട്ടിയത്? അവരുടെ ബാൻഡാണ് ശക്തി ബാൻഡ് അല്ലെ. ആ ബാൻഡിന്റെ ദിസ് മൊമെന്റിനാണ് ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബം അല്ലെ. അതൊരു ദിസ് മൊമെന്റ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബമാണ്. അതിനാണ് ഗ്രാമി പുരസ്കാരം ലഭിച്ചത്. ഭാരത് റൈസ് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച 29 രൂപയുടെ അരിയാണ് ഭാരത് റൈസ്. TS തെലങ്കാനയുടെ ഷോർട്ട് ഫോം ആണ് TS ആക്കിയത്. അത് ഇപ്പൊ എന്താക്കി? TG എന്നാക്കിയിട്ട് പുനർനാമകരണം ചെയ്തു. തെലങ്കാന സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഗാനം ജയ 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 ഹോ തെലങ്കാന. സംസ്ഥാനത്തെ ആദ്യത്തെ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? പാലം പാർവതി പുത്തനാറിന് കുറുകെയാണ്. ലിഫ്റ്റ് പാലം വന്നത് എവിടെയാണ്? പാർവതി പുത്തനാറിന് കുറുകെ 5 മീറ്റർ ഉയർത്താവുന്നതാണ്. ഈ പാർവതി പുത്തനാറിന് കുറുകെ എന്ന് പറയുന്നതൊക്കെ എവിടെയാണ്? തിരുവനന്തപുരത്ത് കരിക്കകം. എവിടെയാണ്? തിരുവനന്തപുരത്ത് കരിക്കകത്താണ് കേട്ടോ. തിരുവനന്തപുരം
കരിക്കകം. ഇവിടെയാണ് ആദ്യത്തെ ലിഫ്റ്റ് പാലം വരുന്നത്. 5 മീറ്റർ വരെ ഉയർത്താവുന്ന പാലമാണ്. ഇതിന് കുറുകെയാണ് പാർവതി പുത്തനാറിന് കുറുകെ. ഇനി KD ജാദവ്. മഹാരാഷ്ട്ര സർക്കാർ ഇനി മുതൽ തൊട്ടിട്ട് സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് KD ജാദവിന്റെ ജന്മദിനമാണ്. മഹാരാഷ്ട്ര ഗവൺമെന്റ് അവരുടെ സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഇനി മുതൽ KD ജാദവിന്റെ ജന്മദിനമാണ്. ഇനി ഇത്രയും കാര്യങ്ങള് ഇതുവരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ റംസാർ സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളാണ് കേട്ടോ. 2024 ഫെബ്രുവരിയിൽ റംസാർ സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളാണ്. നമ്മുടെ ഇന്ത്യയിൽ ആകെ എത്ര റംസാർ സൈറ്റുകളുണ്ട്? 80 റംസാർ സൈറ്റ്. കറണ്ട് അഫയേഴ്സിൽ റംസാർ സൈറ്റുകളെ കുറിച്ചിട്ട് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തിൽ ഉള്ളത് ക്ലാസ് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ, അത് പഠിക്കണേ. ഏതൊക്കെയാണ് പുതിയതായിട്ട് വന്നത്? അംഗസമുദ്ര പക്ഷി സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? കർണാടക. അകനാശിനി അഴിമുഖം കർണാടക. മഗടി റിസർവ് കർണാടക. ലോങ്വുഡ് ഷോലാർ റിസർവ് ഫോറസ്റ്റ് തമിഴ്നാട്. കരവെട്ടി പക്ഷി സങ്കേതം തമിഴ്നാട്. അപ്പോൾ 3 കർണാടകയും 2 തമിഴ്നാടും അല്ലേ? ഏതൊക്കെയാണ്? അംഗസമുദ്ര പക്ഷി സംരക്ഷണ കേന്ദ്രവും അകനാശിനി അഴിമുഖവും മഗടി റിസർവും കർണാടക. ലോങ്വുഡ് ഷോലാർ റിസർവ് ഫോറസ്റ്റ് തമിഴ്നാട്. കരവെട്ടി പക്ഷി സങ്കേതം തമിഴ്നാട്. ഇത് എന്തായി? റംസാർ സൈറ്റില് ഇടം നേടി. നമ്മൾ നേരത്തെ ഈഫൽ ടവർ പറഞ്ഞു. UPS സംവിധാനം, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായിട്ടുള്ള ഈഫൽ ടവറിലാണ് UPS സംവിധാനം നിലവിൽ വന്നത് എന്ന് പറഞ്ഞു. ഇനി ഡൽഹിയില് എയിംസ് ഹോസ്പിറ്റൽ ഉണ്ട് അല്ലേ? ഡൽഹിയിലെ എയിംസ് ഹോസ്പിറ്റലില് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മുറിവുകൾ ഉണ്ടാവില്ലേ? നമ്മുടെ ശരീരത്തിലൊക്കെ മുറിവുകൾ സംഭവിക്കാറുണ്ട്. ആ മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഉപകരണം വികസിപ്പിച്ച സ്ഥാപനമാണ് ഡൽഹി എയിംസ് ഹോസ്പിറ്റൽ. ഡൽഹി എയിംസ് ഹോസ്പിറ്റലാണ് ശരീരത്തിൽ സംഭവിക്കുന്ന മുറിവുകളെല്ലാം വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്ന ഉപകരണം വികസിപ്പിച്ച സ്ഥാപനമാണ് ഡൽഹി എയിംസ്. ഇനി ജസ്റ്റിസ് ഗൃദു ബഹാരി ഉത്തരാഖണ്ഡിന്റെ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ വനിത. ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ വനിതയാണ്. ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിന്റേതാണ് ജസ്റ്റിസ് ഗൃദു ബഹാരി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി വന്നേ. നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ ലിഫ്റ്റ് പാലം പാർവതി പുത്തനാറിന് കുറുകെയാണ്, തിരുവനന്തപുരത്ത് കരിക്കകത്താണ് വന്നത്. മഹാരാഷ്ട്ര സർക്കാർ ഇനി മുതൽ സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്നത് KD ജാദവിന്റെ ജന്മദിനമാണ്. 2024 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ടോട്ടൽ റംസാർ സൈറ്റുകളുടെ എണ്ണം 80 ആണ്. പുതുതായിട്ട് വന്നതാണ്. അംഗസമുദ്ര, അകനാശിനി, മഗടി ഇതെല്ലാം കർണാടക. ലോങ്വുഡ് ഷോലാർ റിസർവ് ഫോറസ്റ്റ് തമിഴ്നാട്. കരേവെട്ടി പക്ഷി സങ്കേതം തമിഴ്നാട്. ഈഫൽ ടവറിൽ അത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. UPI ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI നിലവിൽ വന്നത്. ഡൽഹി എയിംസ് ഹോസ്പിറ്റലിലാണ് ഏത് വന്നു? ശരീരത്തിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന മുറിവുകളൊക്കെ ഉണങ്ങാൻ സഹായിക്കുന്ന ഉപകരണം വികസിപ്പിച്ചത് ഡൽഹി എയിംസ് ഹോസ്പിറ്റലാണ്. ഉത്തരാഖണ്ഡിന്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ ഹൈക്കോടതി ജഡ്ജി അല്ലാട്ടോ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ അത്ര ഇമ്പോർട്ടന്റ്. വനിത ജസ്റ്റിസ് ഗൃദു ബഹാരി. പതിനേഴാം ലോകസഭയുടെ അവസാനത്തെ സമ്മേളനം നടന്നത്. ഇതിപ്പോ നമ്മൾ പുതിയ ലോക്സഭ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞു, 18ാമത് അധികാരത്തിലേറി അല്ലേ? 17ാമത് ലോകസഭയുടെ അവസാനത്തെ സമ്മേളനം 2024 ഫെബ്രുവരി 10 ഇനി നമ്മൾ നേരത്തെ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുരപ്പുറ സൗരോർജ്ജ പദ്ധതി അല്ലെ? 1 കോടി കുടുംബങ്ങൾക്ക് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഇത് പുരപ്പുറ സൗരോർജ്ജ പദ്ധതി. അതിന്റെ പേരെങ്ങനെയാണ്? PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. ഇപ്പോൾ ഇതുവരെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിന്റെ പുരസ്കാര തുക 10 ലക്ഷം രൂപയായിരുന്നു. അതിപ്പോ 15 ലക്ഷം രൂപയാക്കിയിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ വന്നാൽ മാർക്ക് ചെയ്യണം. 15 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര സമ്മാന തുക എത്ര ചോദിച്ചാൽ 15 ലക്ഷം രൂപയാണ്. നമ്മുടെ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമാണ് അല്ലേ? റുപേ കാർഡിന്റെ മാതൃകയിൽ UAE അവതരിപ്പിച്ച ഡിജിറ്റൽ പേയ്മെന്റ് കാർഡാണ് ഇത് ജയ്വാൻ. UPI സംവിധാനം. നമ്മുടെ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് കാർഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു UPI എന്നല്ലേ? അതേ മാതൃകയിൽ UAE ഗവൺമെന്റ് അവതരിപ്പിച്ച ഡിജിറ്റൽ പേയ്മെന്റ് കാർഡാണ് ഇത് ജയ്വാൻ. നമ്മളിപ്പോൾ ഇതും നേരത്തെ ചർച്ച ചെയ്താണ്. പാരീസിലെ ഈഫൽ ടവറിലും UPI സംവിധാനം നടപ്പാക്കിയിരുന്നു. ഇനി നമ്മൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമാണ് ഡൽഹി. ട്രാൻസ്ജെൻഡേഴ്സിനാണ് കേട്ടോ. ട്രാൻസ്ജെൻഡേഴ്സിന് സൗജന്യമായിട്ട് ബസ് യാത്ര.
മുതിർന്ന പൗരന്മാർക്കുള്ള ടോൾ ഫ്രീ നാഷണൽ ഹെൽപ്പ് നമ്പർ പഠിച്ചോളൂ കേട്ടോ. 14567 അടുപ്പിച്ചിട്ടുള്ള നമ്പറാണ്, അതുകൊണ്ട് പിന്നെ നമുക്ക് പഠിക്കാൻ പ്രശ്നമില്ല. മുതിർന്ന പൗരന്മാർക്കുള്ള ടോൾ ഫ്രീ നാഷണൽ ഹെൽപ്പ് നമ്പറാണ് 14561. 1 ഫസ്റ്റ് മനസ്സിലാക്കുക, പിന്നെ 4567. മിനിമം താങ്ങുവില നിയമാനുസൃതമാക്കണമെന്ന് ആവശ്യമായിട്ട് കർഷകർ സംഘടിപ്പിച്ച മാർക്കാണ് ഡൽഹി ചലോ. നമ്മൾ ദില്ലി ചലോ എന്ന് കേട്ടിട്ടില്ലേ? ദില്ലി ചലോ, ഡൽഹി ചലോ. മിനിമം താങ്ങുവില നിയമാനുസൃതമാക്കണമെന്ന് ആവശ്യമായിട്ട് കർഷകർ സംഘടിപ്പിച്ച മാർച്ചാണ് ഡൽഹി ചലോ. ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷനായിട്ട് ചുമതല ആരായിട്ടു? അരുൺ ഹൽദാർ. ആരാണ്? അരുൺ ഹൽദാർ. ദേശീയ കേട്ടോ, ദേശീയ ലെവലാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷന്റെ ചുമതല SC കമ്മീഷന്റെ ആണ് കേട്ടോ. ദേശീയ SC കമ്മീഷന്റെ ചുമതല ആർക്കാണ് ഇപ്പോൾ? അരുൺ ഹൽദാർ. ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷൻ വിജയ് സാംബ്ലെ രാജിവെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പകരമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം അധികാരമേറ്റിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർക്ക് അവധിക്ക് അർഹതയുള്ള സാംക്രമിക രോഗങ്ങളുടെ പട്ടികയിൽ ചിക്കൻ ബോക്സിന് ഇപ്പോൾ പ്രസവം അങ്ങനെ ഓരോ അസുഖങ്ങളൊക്കെ വന്ന ലീവ് എടുക്കുക. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു പോയതാണ്. ചിക്കൻ ബോക്സിനും എന്ത് ചെയ്തു? അവധി ഏർപ്പെടുത്തി. വാധ്വാൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്രയിലെ വാധ്വാൻ. വാധ്വാൻ തുറമുഖ പദ്ധതി. വാധ്വാൻ തുറമുഖം എവിടെ സ്ഥിതി ചെയ്യുന്നു ചോദിച്ചാൽ മഹാരാഷ്ട്ര. അപ്പൊ ഇവിടെ എന്തൊക്കെ പഠിച്ചു? 17ാം ലോകസഭയുടെ അവസാനത്തെ സമ്മേളനം 2024 ഫെബ്രുവരി 10. പുരപ്പുറ സൗരോർജ പദ്ധതി, PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന, ദാദാ സാഹിബ് ഫാൽക്കെ സമ്മാന തുക 15 ലക്ഷം രൂപയാക്കി. UAE നമ്മുടെ ഇന്ത്യൻ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPIയുടെ അതേ മാതൃകയിൽ UAE ഗവൺമെന്റ് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തി. ജയ്വാൻ ഈഫൽ ടവറിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ UPI സംവിധാനം നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ജെൻഡേഴ്സിന് ഫ്രീ ആയിട്ട് ബസ് യാത്ര ഡൽഹിയാണ്. മുതിർന്ന പൗരന്മാർക്കുള്ള നാഷണൽ ഹെൽപ്പ് നമ്പർ 14567. പിന്നെ ദില്ലി ചലോ, അതൊക്കെ മനസ്സിലായ. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ അരുൺ ഹൽദാർ ചിക്കൻ ബോക്സിനും ആകസ്മിക അവധി കൊടുക്കാൻ തുടങ്ങി. വാധ്വാൻ തുറമുഖം മഹാരാഷ്ട്ര. നമ്മൾക്ക് 1 മാർക്ക് കേട്ടോ. ഈ ഭാഗത്തുനിന്ന് ഉറപ്പാണ് അടുത്ത 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. 100% ഉറപ്പാണ് കേട്ടോ. 100%ആണ്. ഇൻസാറ്റ് 3DS നമ്മുടെ ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഇൻസാറ്റ് 3DS. വാഹനം GSLV F-14 ആണ്. 2024 ഫെബ്രുവരി 17 ഇൻസാറ്റ് 3DS വിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആന്ധ്രാപ്രദേശിലാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. പിന്നെ പഠിക്കേണ്ടത് GSLV അറിയപ്പെടുന്നത് ഏതാണ്? നോട്ടി ബോയ്. ഏതാണ്? GSLV ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? നോട്ടി ബോയ് എന്ന പേരിലാണ്. GSLV ട്ടോ. GSLV. ഈ GSLV F4 ഉണ്ടല്ലോ, ഇത് അറിയപ്പെടുന്ന പേര് എങ്ങനെയാണ്? നോട്ടി ബോയ് എന്നാണ്. വരും ട്ടോ, എക്സാമിന് വരും. നോട്ടി ബോയ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഇൻസാറ്റ് ഉപഗ്രഹങ്ങളുടെ പ്രത്യേകത എന്താണ്? കാലാവസ്ഥാ നിരീക്ഷണം, വാർത്താവിനിമയം, ടെലിവിഷൻ സംപ്രേഷണം തുടങ്ങിയ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യ വികസിപ്പിച്ചതാണ് ഇൻസാറ്റ് ശ്രേണി അല്ലേ? ആ ഇൻസാറ്റ് ശ്രേണി തന്നെ കാലാവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് 2013 ജൂലൈ 25 ഒന്ന് ആദ്യം വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു ഇൻസാറ്റ് 3D. 2016 സെപ്റ്റംബർ 8 ആയപ്പോൾ ഇൻസാറ്റ് 3D R വിക്ഷേപിച്ചു. 2024 ഫെബ്രുവരി 17 ആയപ്പോൾ ഇൻസാറ്റ് 3DS വിക്ഷേപിച്ചു. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം പഠിക്കണം. ജ്ഞാനപീഠം 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ഇതാണ് ആർക്കൊക്കെയാണ് ലഭിച്ചത്? ഗുൽസാർ കേട്ടോ. ഗുൽസാർ ഉറുദു കവിക്ക്. റാംഭദ്രാചാര്യ സംസ്കൃത പണ്ഡിതനാണ്. ഗുൽസാറിന്റെ യഥാർത്ഥ നാമം സമ്പൂരൻ സിംഗ് കൽറ. സമ്പൂരൻ സിംഗ് കൽറ. സമ്മാന തുക എത്രയാണ്? 11 ലക്ഷം രൂപ. അപ്പൊ ഇൻസാറ്റ് 3D ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ്. 2024 സെപ്റ്റംബർ 17 വിക്ഷേപിച്ചത്. GSLV F-14 വാഹനം. ഇത് അറിയപ്പെടുന്ന നോട്ടി ബോയ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഇൻസാറ്റ് ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതയൊക്കെ അറിയാലോ. കാലാവസ്ഥാ നിരീക്ഷണം, വാർത്താവിനിമയം, ടെലിവിഷൻ സംപ്രേഷണം ഇതൊക്കെ സാധ്യമാക്കുന്നത് ഇൻസാറ്റ് ശ്രേണിയിലൂടെയാണ്. ആദ്യമായിട്ട് 2013 ജൂലൈ 25 ഇൻസാറ്റ് 3D പറഞ്ഞിട്ട് ഒരു കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. 2016 3 വർഷം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 8 ഇൻസാറ്റ് 3D R വിക്ഷേപിച്ചു. 24 ഫെബ്രുവരി 17 ഇൻസാറ്റ് 3DS. ഓക്കെ. പിന്നെ ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ പഠിച്ചു വെക്കുക. ഗുൽസാറും റാംഭദ്രാചാര്യം. 11 ലക്ഷം രൂപ സമ്മാനത്തുക.
നമുക്കിനി ആ ഗുൽസാറിനെ കുറിച്ചിട്ടൊന്ന് വ്യക്തമായിട്ട് പഠിക്കണം കേട്ടോ. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഗുൽസാറിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് 2002 അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2013 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2009 ഓസ്കാർ പുരസ്കാരത്തിന് അർഹതമായ സ്ലം ഡോഗ് മില്യണർ ഉണ്ടല്ലോ, അതിൽ ആ ജയ് ഹോ എന്ന് അറിയാലോ, ആ ഗാനത്തിന് രചയിതാവ് ആരാണ്? ഗുൽസാറാണ്. ഇതേ ഗാനത്തിന് തന്നെ ഗ്രാമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 2002 സാഹിത്യ അക്കാദമി അവാർഡ്, 2013 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, 2009 സ്ലം ഡോഗ് മില്യണറിലെ ജയ്ഹോ എന്ന ഗാനത്തിന്റെ രചയിതാവാണ് ഓസ്കാർ പുരസ്കാരത്തിന് അർഹമായിട്ടുള്ളത്. ഇതേ ഗാനത്തിന് തന്നെ ഗ്രാമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2004 പത്മഭൂഷൺ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഇനി രാം ഭദ്രാചാര്യ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് 2015 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. പത്മവിഭൂഷൺ ഏറ്റവും പത്മ പുരസ്കാരങ്ങളിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് പത്മവിഭൂഷൺ. അതിൽ 2015 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചു. അതുപോലെ 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഇനി വയോസാന്ത്വനം, അനാഥരും നിരാശ്രയരുമായ കിടപ്പ് രോഗികളായ വൃദ്ധർക്ക് ആശ്വാസമേകാൻ സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോസാന്ത്വനം. ഇത്രയും ഭാഗം ഓക്കെ ആയല്ലോ. ഗുൽസാറിനെ കുറിച്ച് പഠിച്ചത് സാഹിത്യ അക്കാദമി 2002 അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2013 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, പിന്നെ 2009 സ്ലം ഡോഗ് മില്യണറിലെ ജയ്ഹോ എന്ന ഗാനത്തിന്റെ രചയിതാവാണ് അദ്ദേഹം. 2004 പത്മഭൂഷൺ പുരസ്കാരം. നമ്മള് പുരപ്പറ സൗരോർജ്ജ പദ്ധതി പറഞ്ഞു അല്ലെ, PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന പറഞ്ഞു. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇടയിൽ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്, ക്ഷമിക്കണേ. നമ്മൾ അതുപോലെ ഇൻസാറ്റ് പറഞ്ഞു, കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ചത് ഇന്ത്യ 2024 ഫെബ്രുവരി 17 പറഞ്ഞു. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുക, ഈ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ അത് പറയാൻ വിട്ടുപോയതാണ്. ബർമ്മ മുതൽ ഗൾഫ് രാജ്യങ്ങൾ വരെ വൻ നാശം വിധിക്കുന്ന ചുഴലിക്കാറ്റുകളെല്ലാം കൃത്യതയോടെ മുൻകൂട്ടി കണ്ടെത്താനും നിരീക്ഷിക്കാനും ഒക്കെ പ്രവചിക്കാനും ഒക്കെ സഹായിക്കുന്ന 3ാം തലമുറയിലുള്ള കാലാവസ്ഥാ ഉപഗ്രഹമാണ് ഇത് ഇൻസാറ്റ് DSI. ഇൻസാറ്റ് കേട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതൊന്നും മനസ്സിലാക്കണം. ബർമ്മ മുതൽ ഗൾഫ് രാജ്യങ്ങൾ വരെ വൻനാശം വിധിക്കുന്ന ചുഴലിക്കാറ്റുകളെ കൃത്യതയോടെ മുൻകൂട്ടി കണ്ടെത്താനും നിരീക്ഷിക്കാനും പ്രവചിക്കാനും ഒക്കെ സഹായിക്കുന്ന 3ാം തലമുറയിലാണ്. അപ്പൊ നമ്മൾ നേരത്തെ 2 തലമുറയത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ ശ്രീപതി, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു പോയതാണ്. ആദിവാസി സമൂഹത്തിൽ നിന്ന് സിവിൽ ജഡ്ജി ആയിട്ടുള്ള ആദ്യത്തെ വനിതയാണ് ശ്രീപതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് സാമ്പൽപൂർ ഒഡീഷയാണ് കേട്ടോ. സ്കിൽ ഇന്ത്യ സെന്റർ, രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് സാമ്പൽപൂർ ഒഡീഷ. ഇനി ഫാലി എസ് നരിമാൻ അന്തരിച്ചു കേട്ടോ. ഫാലി എസ് നരിമാൻ അന്തരിച്ചു. ഇവര് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനാണ് ഫാലി എസ് നരിമാൻ. അദ്ദേഹത്തിന് 1991 പത്മഭൂഷൺ നൽകിയിട്ടുണ്ട്. 2007 പത്മവിഭൂഷൺ നൽകിയിട്ട് ആദരിച്ചിട്ടുണ്ട്. 2018 ലാൽ ബഹാദൂർ ശാസ്ത്രി പുരസ്കാരം നേടിയിട്ടുണ്ട്. 2002 ഗൂബർ പ്രൈസ് ഫോർ ജസ്റ്റിസ് ലഭിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കണം. 1991 പത്മഭൂഷൺ, 2007 പത്മവിഭൂഷണം, 2018 ലാൽ ബഹാദൂർ ശാസ്ത്രി പുരസ്കാരം, 2002 ഗൂബർ പ്രൈസ് ഫോർ ജസ്റ്റിസ് ലഭിച്ചിട്ടുണ്ട്. ഇനി ചെറുവയൽ രാമൻ, നമുക്ക് എന്താണ് 2023-24 ചെറുവയൽ രാമനെ പഠിക്കാൻ ഒരുപാടുണ്ട് അല്ലെ. കർഷക അവാർഡുകൾ അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരം, ബാബാ സാഹിബ് അവാർഡൊക്കെ ചെറുവയൽ രാമനാണ് ലഭിച്ചിരിക്കുന്നത് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ഇവിടെ പഠിക്കാനുള്ളത് 2024 പശ്ചിമ ബംഗാൾ ഉണ്ടല്ലോ, വെസ്റ്റ് ബംഗാളില് പശ്ചിമ ബംഗാൾ ഗവർണറുടെ കർഷക പുരസ്കാരത്തിന് അർഹനായത് ചെറുവയൽ രാമനാണ് കേട്ടോ. പശ്ചിമ ബംഗാൾ ഗവർണറുടെ കർഷക പുരസ്കാരത്തിന് അർഹനായത് ചെറുവയൽ രാമൻ. ഫാലി എസ് നരിമാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഷാരൂഖ് ഖാന് 2024 ഫെബ്രുവരിയിൽ നടന്ന ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലില് മികച്ച നടനുള്ള പുരസ്കാരം കേട്ടോ. ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലില് മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ഷാരൂഖ് ഖാനാണ്. അതുപോലെ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, നമുക്കറിയാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇപ്പോൾ 1ാം മോദി സർക്കാർ അവതരിപ്പിച്ച ഇലക്ട്രിക് ബോണ്ടുകളെ കുറിച്ചിട്ട് നമ്മൾ വളരെയധികം ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ് അല്ലെ, ഇലക്ട്രിക് ബോണ്ട്. ആ 1ാം മോദി സർക്കാർ അവതരിപ്പിച്ച ഇലക്ട്രിക് ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് റദ്ദാക്കണമെന്നും വിധി പ്രസ്താവിച്ച 5 അംഗ ഭരണഘടനാ അധ്യക്ഷനാണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. 71ാമത് മിസ് വേൾഡ് കേട്ടോ.
71ാമത് മിസ് വേൾഡ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ഇന്ത്യയിലാണ്. രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത T50. രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാതയാണ് T50. എത്രയാണ്? 12.77 കിലോമീറ്റർ നീളമുള്ള തുരങ്കമാണ്. ഇതാ ഇങ്ങനെയുള്ള നമ്പറുകളാണ് ഇപ്പൊ ഈ അടുത്തിടെ നടക്കുന്ന എക്സാമുകളിലൊക്കെ വരുന്നത്. നാളെ ഒരു ചോദ്യം വന്നാൽ രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാതയുടെ കിലോമീറ്റർ നീളം എത്രയെന്ന് ചോദിച്ചാൽ 12.77 കിലോമീറ്റർ നീളമുള്ള തുരങ്കമാണ്. പുതിയ അധ്യയന വർഷം മുതൽ 1ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 6 വയസ്സാക്കി അല്ലെ? കുറഞ്ഞ പ്രായപരിധി 6 വയസ്സ്. ഇനി സുദർശൻ സേതു. എന്താണ് ഈ സുദർശൻ സേതു? ഈ 3 കാര്യങ്ങൾ പഠിച്ചിരിക്കുക. നമ്മുടെ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമാണ്. നീളം കൂടിയ കേബിൾ പാലം. നിങ്ങൾ ഈ കറണ്ട് അഫെയർ ഇല്ലേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ കേട്ട് പോയാൽ മതി. വീഡിയോ എഴുതി വെക്കണമെന്നൊന്നുമില്ല. ഇങ്ങനെ അവാർഡുകളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബാക്കിയൊക്കെ റിവിഷൻ ഇങ്ങനെ കൊണ്ടുവരുന്നാൽ മതി. നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ ആൻസർ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. സുദർശൻ സേതു ആണ്. ഗുജറാത്തിലെ ദ്വാരകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആകെ നീളം 4.77 കിലോമീറ്റർ ആണ്. ഇനി നമ്മുടെ ഇന്ത്യയിൽ 3 ക്രിമിനൽ നിയമചട്ടങ്ങൾക്ക് പകരമായിട്ടുള്ള ഭാരതീയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് 2024 ജൂലൈ 1-നാണ്. ഇപ്പൊ 27 അല്ലേ? അപ്പൊ ജൂലൈ 1-ന് 2024 ജൂലൈ 1-ന് എന്ത് വരുന്നുണ്ട്? ഇന്ത്യയിലെ 3 ക്രിമിനൽ നിയമചട്ടങ്ങൾക്ക് പകരമായിട്ട് ഭാരതീയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് 2024 ജൂലൈ 1-നാണ്. മുതിർന്ന പൗരന്മാർക്കായിട്ട് കേന്ദ്ര സർക്കാർ എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടോ ആ പദ്ധതികളെ എല്ലാം കൂടി ഒരു കുടക്കീഴിലാക്കി കൊണ്ടുള്ള പദ്ധതിയാണ് അടൽ വയോ അഭ്യുദയ യോജന. അടൽ വയോ അഭ്യുദയ യോജന. ഇനി നമ്മൾ നേരത്തെ സ്കിൽ സെന്റർ പറഞ്ഞു അല്ലെ? സാമ്പൽപൂർ ഒഡീഷയിലാണ് സ്കിൽ സെന്റർ വരുന്നത് പറഞ്ഞു. അതുപോലെ കുമാർ സാനി അന്തരിച്ചു കേട്ടോ. കുമാർ സാനി അന്തരിച്ചു. ഇവരുടെ പ്രത്യേകത പ്രശസ്ത ചലച്ചിത്ര സംവിധായകനാണ്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനാണ് കുമാർ സാനി. ഇനി ജസീന്ത കല്യാൺ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ആണ്. ആദ്യ വനിതാ പിച്ച് ക്യൂറേറ്റർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ആണ് ജസീന്ത കല്യാൺ. ഇനി 2024 ഫെബ്രുവരിയിൽ പാമ്പിന്റെ വിഷം നിർവീര്യമാക്കുന്നതിന് ശേഷിയുള്ള സിന്തറ്റിക് ആന്റിബോഡി വികസിപ്പിച്ച ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂര്. മനോഹർ ജോഷി അന്തരിച്ചു. ആരാണ് ഈ മനോഹർ ജോഷി? പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? നമ്മൾ നേരത്തെ പഠിച്ചിട്ട് പോയതാണ്. നേരത്തെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ PSC എക്സാം എഴുതുന്ന സമയത്തൊക്കെ നമ്മൾ നോക്കിയതാണ്. മുതിർന്ന ശിവസേന നേതാവ്, മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുടെ ലിസ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും മനോഹർ ജോഷിയെ പഠിക്കാറുണ്ട്. മുൻ മുഖ്യമന്ത്രിയും മുൻ ലോകസഭാ സ്പീക്കറുമായ മനോഹർ ജോഷി അന്തരിച്ചു. പിന്നെ ഗുജറാത്തിലെ ആദ്യത്തെ എയിംസ് രാജ്കോട്ടിലാണ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ഗുജറാത്തിലെ ആദ്യ എയിംസ് രാജ്കോട്ടില് മോദി ഉദ്ഘാടനം ചെയ്തു. ഇനി ആമസോൺ മഴക്കാടിന്റെ ഹൃദയഭാഗത്ത് കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പാണ് നോർത്തേൺ ഗ്രീൻ അനാക്കോണ്ട. നോർത്തേൺ ഗ്രീൻ അനാക്കോണ്ട. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നന്നായിട്ട് പഠിക്കാട്ടോ. നന്നായിട്ട് പഠിക്കണേ. നമ്മൾ ഇന്ത്യ നേരത്തെ ചർച്ച ചെയ്തു. 2024 മിസ് വേൾഡ് അല്ലെ? മിസ് വേൾഡ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം. ഈ വർഷം മിസ് വേൾഡ് വേദി എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇത് എത്രാമത്തെ ലോകസഭ ഇലക്ഷൻ ആയിരുന്നു? 18ാമത് അല്ലെ? ലോകസഭ കേട്ടോ. ഇത് എത്രാമത്തെ ലോകസഭ എന്ന് ചോദിച്ചാൽ 18ാമതാണ്. ചോദ്യം വരും. ഇനി ഷഫീഖർ റഹ്മാൻ ബർ അല്ലെ? ഷഫീഖർ റഹ്മാൻ ബാർ 93 വയസ്സാണ്. 17ാമത്തെ ലോകസഭ ഉണ്ടല്ലോ, കഴിഞ്ഞ ലോകസഭയില് ഏറ്റവും പ്രായം കൂടിയ അംഗവും സമാജ്വാദി പാർട്ടി MP-യുമായിട്ടുള്ള ഷഫീഖർ റഹ്മാൻ ബാർ അന്തരിച്ചു. ഇനി ലോക്പാലിന്റെ അധ്യക്ഷനായിട്ട് ജസ്റ്റിസ് AM ഗാൽവിൻകർ ചുമതലയേറ്റു. IIT മദ്രാസ് നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് സുഗന്ധവ്യഞ്ജനങ്ങളിൽ നിന്ന് ക്യാൻസർ മരുന്നുകൾ വികസിപ്പിച്ചതിന് 2024 ഫെബ്രുവരിയിൽ ലഭിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനമാണ് IIT മദ്രാസ്. ഇനി ജമ്മു കാശ്മീർ ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽവേ പാത തുറന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരാണ് കേട്ടോ. ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽവേ പാത എവിടെയാണ്? ഇവിടെയാണ്, ജമ്മു കാശ്മീരാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത്
IIT ഗുവാഹത്തിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ IIT ഗുവാഹത്തിയിലാണ്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധനത്തിലുള്ള ഫെറി ബോട്ടിന്റെ ഉദ്ഘാടനം, ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ഫെറി ബോട്ടിന്റെ ഉദ്ഘാടനം 2024 ഫെബ്രുവരി 28 നടന്നു. നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ പുള്ളിപ്പുലികൾ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ ഈവന്റ് അത് പഠിക്കണേ, ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ടെക്സ്റ്റൈൽ ഈവന്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭാരത് ടെക്സ് ഭാരത് ടെക്സ്റ്റൈൽ തുണിത്തരങ്ങൾ ഭാരത് ടെക്സ് 2024 വേദി ഡൽഹിയിലാണ് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. ഇനി ഏത് വർഷത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം? ഇപ്പൊ നമ്മൾ സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ആന്ധ്രാപ്രദേശിലാണ് എല്ലാ ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യക്കായിട്ട് ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കുമെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് ഏത് വർഷത്തോട് കൂടിയിട്ടാകുമെന്നാണ്? 2035 കൂടിയിട്ട് അപ്പോഴേക്കും നമ്മൾക്കൊക്കെ സർവീസ് ആയിട്ടില്ലേ, നമ്മളൊക്കെ എന്താ പറയാ സീനിയർ ആയിട്ടുണ്ടാവില്ല, സീനിയർ ഉദ്യോഗസ്ഥരായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടാകും. ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് പഠിക്കുക അവർ 2024 മിസ് വേൾഡ് വേദി ഇന്ത്യ എത്രാമത്തെ ലോകസഭാ ഇലക്ഷനാണ് നടന്നത്? 18ാമത്തേതാണ്. കഴിഞ്ഞ 17ാമത്തെ ലോകസഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായിട്ടുള്ള ഷഫീഖ് റഹ്മാൻ ബർ അന്തരിച്ചു. ലോക്പാൽ അധ്യക്ഷനായിട്ട് AM ഖാൻവിൽക്കർ അധികാരമേറ്റു. ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽപാത ജമ്മു കാശ്മീരിൽ വന്നു. പിന്നെ നാനോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് സുഗന്ധ വ്യഞ്ജനങ്ങളിൽ നിന്ന് ക്യാൻസർ മരുന്നുകൾ വികസിപ്പിച്ചതിനല്ലേ IIT മദ്രാസ്. ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ഫെറി ബോട്ട് 2024 ഫെബ്രുവരി 28 ഉദ്ഘാടനം ചെയ്തു. പിന്നെ മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ളത്. ടെക്സ്റ്റൈൽ ഈവന്റായ ഭാരത് ടെക്സ് 2024 എവിടെയായിരുന്നു? ഡൽഹിയിലായിരുന്നു. നരേന്ദ്രമോദി 2035 കൂടിയിട്ട് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ബഹിരാകാശ നിലയം വരുമെന്ന് പ്രഖ്യാപിച്ചു. നമ്മുടെ ഇന്ത്യയുടെ രണ്ടാമത്തെ ബഹിരാകാശ പോർട്ടിന് നരേന്ദ്രമോദി തറക്കല്ലിട്ടത് തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണത്താണ്. ഇനി സ്ഥാനാർബുദം നേരത്തെ കണ്ടെത്താനും തടയുന്നതിനൊക്കെ വേണ്ടിയിട്ട് സവേര പ്രോഗ്രാം ആരംഭിച്ചത് ഹരിയാനയിലാണ്. സിക്കിമില് ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് രംഗ്പോ റെയിൽവേ സ്റ്റേഷൻ രംഗ്പോ റെയിൽവേ സ്റ്റേഷൻ സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ്. പഠിക്കണം, അത് ചോദ്യം വരാം. രംഗ്പോ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ് ചോദിച്ചാൽ സിക്കിമിലാണ്. അല്ലെങ്കിൽ എങ്ങനെ തരാം? രംഗ്പോ റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്ത്? സിക്കിം. അല്ലെങ്കിൽ സിക്കിമിലെ പുതിയ റെയിൽവേ സ്റ്റേഷൻ ഏതെന്ന് തിരിച്ചും ചോദിക്കാം. രംഗ്പോ സിക്കിം. ഇനി കർണാടകയില് നമ്മളിപ്പോ ഓരോ ക്ഷേത്രങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ ഒരു ക്ഷേത്രം എടുക്കുന്ന സമയത്ത് അവിടെ 1 കോടിയിലധികം വരുമാനം ഉണ്ടെങ്കിൽ 10% ടാക്സ് എന്ത് ചെയ്യണം? ഈടാക്കണം. 10% നികുതി ഈടാക്കുന്നതിനുള്ള ബില്ല് അവതരിപ്പിച്ച സംസ്ഥാനം കർണാടകയാണ്. 1 കോടിയിലധികം വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ അല്ലെ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത് ഛത്തീസ്ഗഡിലാണ്. സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം എവിടെയാണെന്ന്? ഛത്തീസ്ഗഡിലാണ്. ഇനി നമ്മുടെ എയർ ഇന്ത്യ ഈ വിമാനത്തില് സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ആ സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ എങ്ങനെ നൃത്ത മുദ്രകളിലൂടെ കാണിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എയർ ഇന്ത്യയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്ങിന് റോബോട്ടിനെ വികസിപ്പിച്ചത്. സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ റോബോട്ടിനെ കൊണ്ടുവന്നത് ആരാണ്? IIT മദ്രാസ് ആണ്. കേരള ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2024 ഫെബ്രുവരി 28. CV രാമൻ ദിനം ആലോചിച്ചാൽ മതി ഫെബ്രുവരി 28 അത് ആലോചിക്കുക. അന്നാണ് കേരള ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. അതായത് ഈ 14ാം വകുപ്പ് ലോകായുക്തമായിട്ട് ശ്രദ്ധിക്കണേ. 14ാം വകുപ്പ് എന്നുള്ളത് ശ്രദ്ധിക്കുക. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ കറണ്ട് അഫെയറിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ പൊതുപ്രവർത്തകരുടെ അഴിമതി തെളിഞ്ഞാല് ഔദ്യോഗിക സ്ഥാനത്തിരിക്കാൻ അവർക്ക് യോഗ്യരല്ല എന്ന് ലോകായുക്തയ്ക്ക് വിധിക്കാനാകുന്ന ലോകായുക്ത നിയമത്തിലെ 14ാം വകുപ്പ് ഭേദഗതി ചെയ്ത ബില്ലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു അപ്പൊ പൊതുപ്രവർത്തകരെ എന്തെങ്കിലും അഴിമതി കാണിച്ചാൽ പിന്നീട് അവരൊരിക്കലും ആ പ്രവർത്തനത്തിൽ അതിലെന്ത് ചെയ്യരുത്? അതിൽ തുടരരുത്. അതുകൊണ്ട് അങ്ങനെ ലോകായുക്ത 14ാം വകുപ്പില് അതിന് എന്ത് ചെയ്തു? ഭേദഗതി വരുത്തി.
ഇനി പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? 3 ക്രിമിനൽ നിയമങ്ങൾ എല്ലാം കൂടി കൂടിച്ചേർത്തിട്ട് ഭാരത് നിയമം എന്ന പേരിൽ നിലവിൽ വരുന്നത് എപ്പോഴാണ്? 2024 ജൂലൈ മാസം 1-നാണ്. ഇത് അവതരിപ്പിച്ചത് ആരാണ്? അമിത് ഷായാണ് കേട്ടോ. അവതരിപ്പിച്ചത് അമിത് ഷായാണ്. ലോകസഭ അമിത് ഷാ അവതരിപ്പിച്ചത് ശ്രദ്ധിക്കണം, അമിത് ഷാ അവതരിപ്പിച്ചത് 2023 ഓഗസ്റ്റ് മാസം 11-നാണ്. എന്നിട്ട് ഇതിനെ ലോകസഭ അംഗീകരിക്കണം അല്ലേ? ലോകസഭ അംഗീകരിച്ചത് 2023 ഓഗസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഡിസംബർ ആയപ്പോഴാണ് ഇതിനെ അംഗീകരിച്ചത്. ലോകസഭ ഡിസംബർ 20 ആയപ്പോൾ അംഗീകരിച്ചപ്പോൾ രാജ്യസഭ എന്ത് ചെയ്തു? ഡിസംബർ 21-നും അംഗീകരിച്ചു. അത് രാഷ്ട്രപതി 2023 പറയുമ്പോൾ അറിയാലോ ഏതാ രാഷ്ട്രപതി എന്നറിയാലോ. അവര് 2023 ഡിസംബർ 25 ക്രിസ്മസ് ഡേ അല്ലേ? ഡിസംബർ 25-ന് അംഗീകരിച്ചു. അപ്പൊ പുതിയ ക്രിമിനൽ നിയമം പ്രാബല്യത്തിൽ വരുന്നത് 2024. അപ്പോൾ നിലവിൽ വരുന്നത് എപ്പോഴാണ്? 2024 ജൂലൈ 1-നാണ്. അമിത്ഷാ 2023 ഓഗസ്റ്റ് മാസം 11-ന് അവതരിപ്പിച്ചു ബില്ല്. ലോകസഭ ഡിസംബർ 20-ന്, രാജ്യസഭ ഡിസംബർ 21-ന്, രാഷ്ട്രപതി ഒപ്പുവെച്ചത് ക്രിസ്മസ് ദിവസം 2023 ഡിസംബർ 25-ന്. ആ നിയമം നിലവിൽ വരാൻ പോകുന്നത് 2024 ജൂലൈ 1-നുമാണ്. ഇത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കുക കേട്ടോ. 2024 ജൂലൈ 1 നിലവിൽ വരുന്ന പുതിയ ക്രിമിനൽ നിയമം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അമിത്ഷാണ് അവതരിപ്പിച്ചത്. എന്തുണ്ട് അത് പഠിക്കണം. ഇനി പഠിക്കാനുള്ളത് പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞാൽ എത്ര രൂപയാണ് പിഴ? 5000 രൂപയാണ് കേട്ടോ. പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞാൽ 5000 രൂപ പിഴ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. IIT ഗുവാഹത്തി നേരത്തെ പഠിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ എവിടെയാണ്? IIT ഗുവാഹത്തിയിലാണ്. ഇനി ജമ്മു കാശ്മീർ പറയുമ്പോൾ ഛത്രപതി ശിവജി മഹാരാജാവ് ഉണ്ടല്ലോ, ഛത്രപതി ശിവജി അദ്ദേഹത്തിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ നഗരം ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു കാശ്മീരിലാണ് ഛത്രപതി ശിവജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത്. ലാഖ്പതി ദീദി, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ലാഖ്പതി ദീദി പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സ്ത്രീകളിലെ നൈപുണ്യ പരിശീലനമൊക്കെ നൽകി അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ കൂടുതൽ സ്ത്രീകളിലേക്കൊക്കെ ഇത് വ്യാപിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ലാഖ്പതി ദീദി പദ്ധതി. സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകളെ നൈപുണ്യ പരിശീലനം നൽകി സഹായിക്കാനുള്ള ലാഖ്പതി ദീദി പദ്ധതി കൂടുതൽ സ്ത്രീകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. അപ്പൊ നമ്മൾ 2024 ഫെബ്രുവരിയിലെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും പരീക്ഷയ്ക്ക് എന്താണ് ചോദിക്കുക അതെല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചു മാറ്റണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മാർച്ചില് കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കാം. നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മുടെ വരാൻ പോകുന്ന എക്സാമുകളെ ബേസ് ചെയ്തിട്ട് സിലബസ് അധിഷ്ഠിതമായിട്ടാണ്, അതും ഡീപ്പ് ലെവലിലാണ് ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഠിക്കുക, പഠിച്ചു മാറ്റുക, മാർക്കാക്കി മാറ്റുക, പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. എക്സാമുകൾ അടുത്തു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. കൂട്ടുകാർ തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.